ഗുഡ് മോർണിംഗ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിധിയെഴുത്ത് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പേരിയ ഗവൺമെൻറ് UP സ്കൂളിൽ 1-ാം നമ്പർ ബൂത്തിലാണ് ഞാനുള്ളത്. ഇത്തവണ ഈ ബൂത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സ്പെഷ്യൽ പോളിംഗ് ബൂത്താണ്. അപ്പോൾ രാവിലെ തന്നെ 7 മണി മുതൽ തന്നെ ഇവിടെ ആൾക്കാർ, നാട്ടുകാരും പൊതുജനങ്ങളും സ്ത്രീകളും എല്ലാവരും തന്നെ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബൂത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരുമ്പോൾ തന്നെ കാണാം, ഇവിടെ സ്വാഗതം എഴുതിയ ഒരു ബോർഡ് കാണാം. ബോർഡും ഉള്ളിലേക്ക് കയറിയ കസേരകൾ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വോട്ടർമാർക്ക് ഇരുന്ന് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മുൻകാലങ്ങളിലെ പോലെ ക്യൂ നിന്ന് വലയേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചൂടുകാലമായത് കാരണമായിരിക്കാം കുടിക്കാനുള്ള വെള്ളം ഇവിടെ സൗകര്യം, വാട്ടർ ഡിസ്പെൻസറും കുടിവെള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ വീൽ ചെയർ രോഗികൾക്കും അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ സുഗമമായി വോട്ട് ചെയ്യാൻ ഉള്ള വീൽ ചെയർ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേന ഈ പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനാവശ്യമായ ഡസ്റ്റ്ബിന്നുകൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ ക്ലീനായ ഒരു അന്തരീക്ഷമാണ്. പലരും അതിരാവിലെ തന്നെ വളരെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1-ാം നമ്പർ ബൂത്തിൽ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. വോട്ടിംഗ് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടെന്തോ സാങ്കേതികപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഓഫീസർ പറഞ്ഞത്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ട് വന്നതാണ്. ഉമ്മാക്ക് 85 വയസ്സുണ്ട്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ വോട്ട് ചെയ്യുന്ന സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അപേക്ഷ കൊടുക്കാൻ വൈകിപ്പോയതുകൊണ്ടാണ് നേരിട്ട് തന്നെ നമ്മൾ വന്നത്. അപ്പോൾ എല്ലാവരും ഏത് പാർട്ടിക്കൊന്നും ഇന്നാക്കി ചെയ്യുന്നതെന്നല്ല. സർക്കാർ ഇത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവമാണ്. എല്ലാവരും ആ ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് ആഘോഷമാക്കണം. ഇത്രയേ പറയാനുള്ളൂ. രാവിലെ നല്ല തിരക്കാണ്. പോളിംഗ് ബൂത്തുകളാണ്.